എല്ലാവർക്കും വീട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാളത്തെ അനാലിസിസ്, അതായത് ഫ്രൈഡേ ഡിസംബർ 13 ഫ്രൈഡേ ഉള്ള നിഫ്റ്റിൻ്റെ അനാലിസിസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ ഞാൻ തന്നത്, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ബൈ സൈഡിലോട്ട് ട്രേഡ് നോക്കരുത് എന്ന്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ്, അതായത് 9:30 15 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻവേർട്ടഡ് ഹാമർ ഓക്കെ വന്നിട്ട്, അഥവാ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ട് പിന്നെ മാർക്കറ്റ് ഡൗൺ ആവുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. 10 o'clock ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ, അതായത് ഇന്നലത്തെ അനാലിസിസ് കണ്ടവർക്ക് മനസ്സിലാവും അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും മാർക്കറ്റ് ഇവിടുന്ന് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പാടില്ല, സെൽ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കേണ്ടത്. ഏത് ലെവൽ വരെയാണെന്ന് എക്സാക്റ്റ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഈ ഒരു ലെവൽ വരെയാണ് പറഞ്ഞത്. ഓക്കെ, മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു ലെവൽ വരെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ, അതായത് 24,600 സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴ്ത്തു വന്നത്. പക്ഷേ ഞാൻ ഈ ഒരു 24,600 തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത ട്രേഡ്, ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും 7 o'clock. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കണത് ഇനി നാളെ നിഫ്റ്റി, അതായത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് വർക്കാവുക നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 1 ഡേ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു റേഞ്ച്, അതായത് ഈ ഒരു EMA, അതായത് ഈ ഒരു YT EMA എക്സാക്റ്റ് ഒരു സപ്പോർട്ടാണ്. അതായത് എക്സാക്റ്റ് 24,500 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇനി ഈ മാർക്കറ്റിനെ 24,500 നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ എടുക്കുന്നതാണ്. കാരണം ഇവിടെ സ്ട്രോങ് സപ്പോർട്ടാണ്. മാർക്കറ്റ് എന്തായാലും ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇവിടുന്ന് ഒരു റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി ഇതിൻ്റെ മേലെ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് ഏറ്റവും പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചാൻസാണ് കൂടുതൽ. അപ്പം ഈ ഒരു ഇവിടുന്ന് ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സാകരുത്. 24,500 to 24,550. ഓക്കെ, മിസ്സാക്കരുത്. അതാണ് ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാനുള്ള അനാലിസിസ്. ഡേ ടൈം ഫ്രെയിമിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 24,678 മുതൽ 24,700 ആ ഒരു റേഞ്ചാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലോട്ട് പോകാം. 1 hour നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 24,500 സ്ട്രോങ് സപ്പോർട്ട്. കാരണം 1 hour ഈ ഒരു 24,500 മാർക്കറ്റ് എന്തൊരു ഫാസ്റ്റായിട്ടാണ് മേലോട്ട് കയറിപ്പോയെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരു 99% ഇവിടുന്ന് ബൈ വരാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഒരിക്കലും സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്, ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് സെല്ലിങ് നിങ്ങൾ ഒരിക്കലും നോക്കരുത്, ട്രാപ്പായിരിക്കും. കാരണം ഈ ഒരു അടുത്തടുത്ത് നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുക. അതാണ് എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സ്കാൽപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഒരിക്കലും ലോങ് സൈഡിലോട്ട് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റില്ല. സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ്. വേണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ഓക്കെ, നമുക്ക് നേരെ ഇനി 15 മിനിറ്റ് ടൈമിലോട്ട് പോവാം. 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എങ്ങനെയാണ് ഇന്ന് ബിഹേവ് ചെയ്തത് എന്ന്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡലിലാണ് ട്രേഡ് എടുത്തത്. ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഞാൻ ഹോൾഡ് ചെയ്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഹോൾഡ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ ഹോൾഡ് ചെയ്തത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് തിരിച്ച് കയറി. അതുകൊണ്ട് ഈ ഒരു ലെവൽ വന്നപ്പോൾ തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുക. ഒന്നാമത് ഇന്ന് നിഫ്റ്റിൻ്റെ എക്സ്പീരി ആയതുകൊണ്ട് പ്രീമിയം ഡീ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയി. പക്ഷേ ഞാൻ ബൈ ചെയ്ത ഒരു 64 എന്നാണെങ്കിൽ അതിപ്പം 100 ആണ് കിടക്കുന്നത്, ആ ഒരു പ്രീമിയം. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ 1:2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ രാവിലെ 7 മണിക്ക്. കാണാൻ മിസ്സാക്കണ്ട. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇതാണ്. പിന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽ വരെ വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ എൻ്റെ പ്രൊഡക്ഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. ഞാൻ ഈ ലെവൽസൊക്കെ എക്സാക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇന്നും ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് തരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 24,500. നമ്മൾ 24,500 മേലെ ഉള്ളിടത്തോളം ദിവസം നമ്മൾ ഒരു ബുള്ളിഷ് മാർക്കറ്റായിരിക്കും. എക്സാമ്പിൾ ഈ ഒരു 24,500 വരുമ്പോൾ
ഒരു നല്ലൊരു സ്ട്രോങ് ബൈയിങ് മൂവ്മെൻറ്റും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സെല്ലിങ് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു റേഞ്ചിൽ ഇവിടുന്ന് ബൈയിങ് വന്നു, ഇവിടുന്ന് ബൈയിങ് വന്നു, ഇത് തേർഡ് ടച്ചിങ് ആണ്. ഈ തേർഡ് ടൈം വരുമ്പോഴും നല്ലൊരു സ്ട്രോങ് ബൈയിങ് ആണ് വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എല്ലാ ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് വന്നപ്പോൾ തിരിച്ച് കയറിപ്പോൾ എല്ലാവരും ഒരേപോലെ നോക്കുന്നൊരു ഏരിയ ആണിത്, ഇവിടുന്ന് ബൈയിങ് വരുമെന്നുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് ബൈയിങ് വരുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ബൈ ചെയ്യാം. ട്രാപ്പ് ആയിരിക്കില്ല. സപ്പോസ് ട്രാപ്പ് നിങ്ങൾ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയി വന്നു വെച്ചാൽ ഈ ഒരു ലെവലിൽ ഒരിക്കലും സെല്ല് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് ട്രാപ്പായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, ഇവിടുന്ന് സപ്പോസ് ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയാലും നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് റീടെസ്റ്റിന് വേണ്ടി ഈ ഒരു ലെവൽ വരെ വരും. ഓക്കെ, ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഇതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് തിരിച്ച് കയറി പോകും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണ് ഈ ഒരു ലെവൽ വരുന്നത് നിങ്ങൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഇനി നേരെ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലോട്ട് പോവാം. 5 മിനിറ്റിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ 5 മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് നോയ്സ് ക്യാൻഡിലൊക്കെ വരും. നമുക്ക് ഒരു എക്സാക്റ്റ് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല 5 മിനിറ്റിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 15 മിനിറ്റിൽ ചാർട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുള്ളൊരു വൺ സൈഡ് മാർക്കറ്റ് തന്നെ ആയിരുന്നു. 5 മിനിറ്റിൽ നമുക്ക് ഒരുപാട് ക്യാൻഡിൽസ്, അതായത് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് കാണാൻ പറ്റും. നമുക്കൊരു വിശ്വസിച്ച് ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, 5 മിനിറ്റിൽ നമുക്ക് നോക്കിയാലും ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് സ്ട്രോങ്. ഓക്കെ, 5 മിനിറ്റിൽ നല്ലൊരു ബിയറിഷാണ്. പക്ഷേ നിങ്ങൾ എക്സാമ്പിൾ ഈ ഒരു ഭാഗത്തുനിന്നും ബൈ ചെയ്യാൻ വേണ്ടി നോക്കി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വല്ല ട്രെൻഡ് ലൈനോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടോപ്പ് റെസിസ്റ്റൻസ്, ഈ ഒരു ഏരിയ. ഓക്കെ, ഇതൊരു ടോപ്പ് റെസിസ്റ്റൻസ് ആണ്. ഇതിവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും ഇവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ടൈം ഫ്രെയിമിലും നല്ലൊരു ബുള്ളിഷാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മേലെയാണ് ക്ലോസിങ് ആകുന്നത്, അതായത് മന്ത്ലി. ഓക്കെ, ഇതിൻ്റെ മേലെയാണ് ഇന്ന് ക്ലോസിങ് ആകുന്നത്. അതുകൊണ്ട് മന്ത്ലി അതുപോലെ തന്നെ വീക്കിലി നോക്കുവാണെങ്കിലും സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റുള്ളത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും നാളെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക. ഓക്കെ, നിങ്ങൾ ഒരിക്കലും സെല്ലിങ് ഓപ്പർച്യൂണിറ്റി നോക്കരുത്. അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് മേ ബി സൈഡ് വേസ് ആകാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ എൻ്റെ പ്രൊഡക്ഷൻ ഇന്നലെ എൻ്റെ പ്രൊഡക്ഷൻ, അതായത് മാർക്കറ്റ് പ്രൊഡക്ഷൻ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ആയതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലോട്ട് വരുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാനും മറക്കണ്ട. കാരണം ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ സിഗ്നലൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ അത് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ ട്രേഡ് എടുക്കുന്നതിൽ സ്വന്തം റിസ്ക്കിലെടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു സിഗ്നൽ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പം ഒരു എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു ടൈം ആകുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്താൽ ഇവിടം വരെ ടാർഗറ്റ് വെക്കാം എന്നാണ് ഞാൻ പറയുക. അല്ലാണ്ട് അവിടുന്ന് ട്രേഡ് എടുത്തു അതിനുള്ള ഇത്ര പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഈ ഒരു ഭാഗത്ത് മുതൽ ഇവിടം വരെ അത് നിങ്ങൾ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണോ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതായത് ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ്, അത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടൊരു ടാർഗറ്റ് വേണം. അതായത് ഇന്ന് എനിക്ക് 20 പോയിൻ്റ് ആണെങ്കിൽ 20 പോയിൻ്റ്, ഇല്ലെങ്കിൽ 30 അങ്ങനെ. അല്ലാണ്ട് മാർക്കറ്റ് പോകുന്ന അനുസരിച്ച് ഞാൻ എനിക്ക് ഇത്ര ടാർഗറ്റ് ഫിക്സ് ഒന്നുമില്ല, എത്ര വേണേലും എടുക്കട്ടെ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ SL അടിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് എന്നും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ് ആയിരിക്കണം. അത് വിട്ടൊരു കളിക്കാനും പാടില്ല. ഓക്കെ, ഇനി നമ്മൾ ടാർഗറ്റ് ഒരു ലോങ് ടാർഗറ്റായിരിക്കും. ഇവിടുന്ന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അതിൻ്റെ വീഡിയോ, അതായത് ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിൽ നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ബൈയിങ് മൂവ്മെൻറ്റും കിട്ടുകയും ചെയ്യും. വലിയൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാനുള്ള ചാൻസാണ് വരുന്നത്. ഒരാളും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നെ ഫോളോ ചെയ്യാനും, അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. കാരണം മാർക്കറ്റിലെ പ്രൊഡക്ഷൻ ഞാൻ എന്നും 7 o'clock ഈവനിങ് 7 o'clock ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി മാർക്കറ്റിൽ വരാൻ കിടക്കുന്ന വലിയൊരു ബിഗ് മൂവാണ്. ഓക്കെ, മാർക്കറ്റ് ഒരു വലിയൊരു ബുൾ മാർക്കറ്റ് ആകാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് ഹെവി മൂവ് തരും. ഓക്കെ, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സിഗ്നൽ, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.